കയർ, ഈറ്റ, മുള തുടങ്ങി പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ട് നക്ഷത്രം നിർമ്മിക്കുന്നത് മുണ്ടമുടി സെന്റ് മേരീസ് പള്ളിയിൽ പതിവാണ്. ഇത്തവണ ഒരു വ്യത്യസ്തതയാകട്ടെ എന്ന ആലോചനയിൽ നിന്നാണ് കുടപ്പനയുടെ ഈർക്കിൽ ഉപയോഗിച്ച് നക്ഷത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഒട്ടും വൈകിയില്ല. ഇടവകക്കാരിൽ ചിലരൊന്നിച്ച് നേരെ മലഞ്ചെരുവിലെത്തി കുടപ്പനയിൽ കയറി ഓല വെട്ടി ഇറക്കി 10,000-ഓളം ഈർക്കിൽ ചീകിയെടുത്താണ് നക്ഷത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തവണ ഞങ്ങളിത് എങ്ങനെ ഒരു പുതിയ ആശയത്തോടു കൂടി ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഞങ്ങൾ മനസ്സിൽ കണ്ടത്. അപ്പോൾ ആ ഡിസൈനകത്തുണ്ടായിരുന്ന ഒരു പുതുമ ഒരു തീപ്പെട്ടിക്കുള്ളിൽ വെച്ചിട്ടായിരുന്നു അത് ഉണ്ടാക്കി. അപ്പോൾ അതിനെ ഞങ്ങൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് ആലോചിച്ചതാണ് ഞങ്ങൾ ഈ ഇർക്കിലിയിലേക്ക് എത്തിയത്. തികച്ചും ഈർക്കിലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ തെങ്ങിൻ്റെ ഈർക്കിലി വളരെ കട്ടി കുറഞ്ഞാണ്. അപ്പോൾ അതിൽ നിന്നുമാണ് ഞങ്ങളൊരു കുടപ്പനയുടെ ഈർക്കിലിയിലേക്ക് ആ ഒരു ആശയത്തിലേക്ക് വന്ന് കുടപ്പനയുടെ ഈർക്കിലി കൊണ്ട് ഞങ്ങളിത് രൂപകൽപ്പന ചെയ്തത്. ഏകദേശം ഒരു 10,000-അടുത്തോളം, ഒരു 5,000-നും 10,000-നും ഇടയ്ക്ക് ഒരു ഫിഗറോളം അത്ര ഈർക്കിലി ഞങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു 3 വീക്സ് അടുത്ത് ഞങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഫുൾ ഡേ അല്ല, ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളിത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ നടുഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു പുൽക്കൂടാണെങ്കിൽ പോലും തികച്ചും അത്യാവശ്യം വേണ്ട എല്ലാ തരത്തിലുള്ള ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ പുൽക്കൂടോടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈറേഞ്ചിന്റെ കവാടമായ മുണ്ടമുടി മലമുകളിലാണ് അതിമനോഹരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ നടുവിൽ ഇവിടം ഒരു വിസ്മയ കാഴ്ചയാണ്. റീൽസുകളിലൂടെയും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മുണ്ടമുടി പള്ളിയും അവിടുത്തെ ഈർക്കിൽ നക്ഷത്രവും കാണാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ക്രിസ്മസ് ആഘോഷം പൊടിപൊടുക്കുകയാണ്. നക്ഷത്രവും പുൽക്കൂടുമൊക്കെ നിർമ്മിക്കുന്നതിൽ വ്യത്യസ്തത പുലർത്താനാണ് ഓരോ നാട്ടുകാരും ആഗ്രഹിക്കുന്നത്.